വ്യഭിചാരം, ഗീബത്ത്, കോലം കെട്ടല്, പലിശ, 4 തെറ്റുകൾ ഇന്ന് വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്മാർക്ക് ഒരു ശ്രദ്ധയുമില്ലാത്ത 4 തെറ്റുകൾ. ഒന്ന് വ്യഭിചാരം. ഒരു ശ്രദ്ധയില്ല വ്യഭിചാരത്തിൻ്റെ കാര്യത്തിൽ. പഴയ കാലത്തൊക്കെ എവിടെങ്കിലും ഒരു വ്യഭിചാരം നടന്നു, അല്ലെങ്കിൽ ഒരു അവിഹിത ഗർഭമുണ്ടായി, ഒരു പെണ്ണ് ചാടിപ്പോയി എന്നൊക്കെ കേട്ടാൽ ആൾക്കാർ മൂക്കത്ത് വിരലച്ച് വലിയ അത്ഭുതത്തോടുകൂടെ അജബായിട്ട് കേൾക്കാറുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഒരു നാട്ടിൽ ഇല്ലെങ്കിൽ ആ നാടൊന്നിനും പറ്റൂല. അങ്ങനെയാണ്. അതെന്തെങ്കിലും ഒരു സംഭവം ആണെന്നുള്ളിടത്താണ്. എന്നാലേ ഒരു സംഗതിക്ക് ഒരു രസമുള്ളൂ. ഒരു ദിവസം പത്രത്തിൽ അങ്ങനത്തെ ഒരു വാർത്ത ഇല്ലെങ്കിൽ അന്നത്തെ പത്രം ഒരു കുണുസും ഇല്ലാത്ത കോലത്തിലാവും. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം. വ്യഭിചാരം ഗൗരവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലൈംഗികാവയവം കൊണ്ട് മാത്രമല്ല വ്യഭിചാരം. ശ്രദ്ധിക്കണേ നിങ്ങൾ. ലൈംഗികാവയവം കൊണ്ട് മാത്രമല്ല വ്യഭിചാരം ഉള്ളത്. അല്ലൈനാനി സിനാഹുമാ അന്നദുറു ഹബീബുനാ റസൂലുള്ളാഹി. കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധമായ ശരീഅത്തിൽ ഏറ്റവും വലിയ ശിക്ഷയുള്ള തെറ്റാകുന്നു വ്യഭിചാരം. വ്യഭിചാരി നാളെ മഹ്ശറയിൽ വരുന്ന സമയത്ത് അവന്റെ അല്ലെങ്കിൽ അവളുടെ ഗുഹ്യത്തിലൂടെ ഒരു ചലം ഒലിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നും ആ ചലത്തിന്റെ ദുർഗന്ധം കിലോമീറ്ററുകളോളം ദൂരത്തേക്ക് അടിക്കുന്നതാണെന്നും നരകത്തിൽ അവന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആള് പോലും ദുർഗന്ധം കാരണം അവനെ ആക്ഷേപിക്കുന്നതാണെന്നും പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇസ്ലാമിക ശരീഅത്തിൽ ഏറ്റവും കുറ്റമുള്ളൊരു തെറ്റാണ് വ്യഭിചാരം. യുളാഫു ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാനാ. വ്യഭിചാരികൾക്ക് നാളെ ശിക്ഷ ഇരട്ടിയാക്കപ്പെടുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ തെറ്റുകൾക്കും ഒരു ശിക്ഷയാണ്, വ്യഭിചാരത്തിന് ഇരട്ടി ശിക്ഷയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്നാൽ അൽ ഐനാനി സിനാഹുമാ അന്നദുറു, കണ്ണിന്റെ വ്യഭിചാരം നോട്ടാണ്, കയ്യിന്റെ വ്യഭിചാരം തൊടലാണ്, കാലിന്റെ വ്യഭിചാരം നടത്തമാണ്, നാവിന്റെ വ്യഭിചാരം സംസാരമാണ്, മൊബൈലിന്റെ വ്യഭിചാരം ചാറ്റിംഗ് ആണ്. എല്ലാത്തിനും വ്യഭിചാരമുണ്ട്. എല്ലാത്തിനും ഈ ശിക്ഷ തന്നെയാണ്. എല്ലാ സംഗതിക്കും ഇത് തന്നെയാണ് ശിക്ഷ. കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി സ്വന്തം രക്തത്തിൽ പിറന്ന മകളെ തലയിൽ തട്ടമിടാതെ മുല്ലപ്പൂ ചൂടിയിട്ട് പന്തലിന്റെ നടുവിൽ നിർത്തിയിട്ട് വരുന്ന എളാപ്പാന്റെ മൂത്താപ്പാന്റെ മക്കൾക്കൊക്കെ വ്യഭിചരിക്കാൻ, കണ്ണുകൊണ്ട് വ്യഭിചരിക്കാൻ, നേത്ര വ്യഭിചാരം നടത്താൻ നിർത്തിക്കൊടുക്കുന്ന വാപ്പിയമ്മിയും വ്യഭിചാരത്തിന്റെ ശിക്ഷ അനുഭവിച്ചാൽ മതിയാവൂല, വ്യഭിചാരശാല നടത്തിയതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അൽ ഐനാനു സിനാഹുമാ അന്നദുറു, ഞാൻ പറഞ്ഞതല്ല, മുഹമ്മദ് നബി പറഞ്ഞതാ. കണ്ണിന്റെ വ്യഭിചാരം നോട്ടാണ്. വ്യഭിചരിക്കണില്ല എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയേക്കാം. വ്യഭിചാരം എന്താന്ന് നമുക്ക് മനസ്സിലാവാത്തോണ്ടാണത്. കണ്ണിന്റെ വ്യഭിചാരം നോട്ടാണ്, കയ്യിന്റെ വ്യഭിചാരം തൊടലാണ്. അത് KSRTC ബസ്സിലെ കണ്ടക്ടർ ആണെങ്കിലും ശരി, പൈസ കൊടുത്തപ്പോ, എന്നാലും അതന്നെയാണ്. നാവിന്റെ വ്യഭിചാരം സംസാരമാണ്. അത് ട്രാവൽസിലെ കുട്ടികളോടാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നാവിന്റെ വിചാരം സംസാരമാണ്, കാലിന്റെ വിചാരം നടത്താണ്. ഇതൊക്കെ വിചാരമാണ്. ഗുഹ്യം കൊണ്ട് മാത്രമല്ല വിചാരം. അതുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ ഗൗരവം നഷ്ടപ്പെട്ട ഒരു തെറ്റായി വ്യഭിചാരം മാറിയിരിക്കുന്നു. രണ്ടാമത്തതാണ് പലിശ. അതിപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ, എല്ലാവരും ചെയ്താൽ ജായിസാണ് വിധി എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൽ അങ്ങനെ കുറച്ച് വിധി ഉണ്ടോ? എല്ലാവരും ചെയ്താൽ ജായിസാകുന്ന വിധികൾ: 1 പലിശ, 2 ജൂതന്മാരുമായി മുടിവെട്ടല്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇസ്ലാമിൽ എല്ലാവരും ചെയ്താൽ ജായിസാകുന്നത് അങ്ങനെയല്ലല്ലോ. ഇസ്ലാമിൻ്റെ നിയമം എപ്പോഴും എല്ലാവരും ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരേമാതിരി തന്നെയാണ്. വ്യാപകമായാൽ എനിക്കുമാകാം എന്നതാണ് ചിലരുടെ രീതി. അള്ളാഹിന്റെ ദുനിയാവിൽ ഏറ്റവും നല്ല പരിപാടിയാണ് കച്ചവടം. ഏറ്റവും നല്ലത് കേടെന്നാലാണ് ഏറ്റവും മോശപ്പെട്ടതാകുക. ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കണേ നല്ലോണം. നാട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ അന്ന് പള്ളിക്കത്തെ ബാത്റൂമിൽ ചെന്നാൽ ഒരു പ്രത്യേക വാസനയ്ക്കാരം. കാരണം എല്ലാവരും ബിരിയാണി നിന്നിട്ടുണ്ടാവും. നല്ലത് കേടെന്നാലാണ് ഏറ്റവും മോശമാവുക. നല്ല സാധനം കേടെന്നാൽ ഏറ്റവും മോശമാവും.
കച്ചവടം വളരെ നല്ല കാര്യമാണ്. ദൂരെ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് അല്പാൽപമായി ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്ന വലിയ ഒരു ഖിദ്മത്താണ് യഥാർത്ഥത്തിൽ അത്. നല്ല പണിയാണ്. സ്വർഗത്ത് പോവാൻ ഒരു പെട്ടിക്കട നടത്തിയാൽ മതി, ചെറിയൊരു പെട്ടിക്കട. പക്ഷെ 2 നിബന്ധന ഉണ്ടായിരിക്കണം. ചെറിയൊരു തട്ടുകട സ്വർഗത്ത് പോവാൻ, ചെറിയൊരു തട്ടുകട, 2 നിബന്ധന ഉണ്ട്. എന്താണ്? 1 വിശ്വസ്തത, 2 സത്യസന്ധത. അത്താജിറു സ്വദൂഖുൽ അമീനു മഅൻ നബീന വസ്സുദ്ദീഖീൻ ഹബീബുനാ റസൂലുള്ളാഹി. വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ അമ്പിയാക്കളോടും സുദ്ദീഖീങ്ങളോടും ഒപ്പം നാളെ സ്വർഗത്തിലായിരിക്കുമെന്ന് മുഹമ്മദ് നബി. 2 ഗുണം ഉണ്ടായിരിക്കണം. 1 വിശ്വസ്തത ഉണ്ടായിരിക്കണം, 2 സത്യസന്ധത ഉണ്ടായിരിക്കണം. വിശ്വസ്തത വേറെയാണ്, സത്യസന്ധത വേറെയാണ്. അല്ലെങ്കിൽ മുഹമ്മദ് നബി 2 കൂടിയും പറയേണ്ട ആവശ്യമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ മാതിരി വെറുതെ വർത്താനം പറയുന്ന ആളല്ല. 2 വേറെ ആയതുകൊണ്ടാണ് 2 വേറെ പറഞ്ഞത്. കച്ചവടത്തിൽ വിശ്വസ്തത പോരാ, കച്ചവടത്തിൽ സത്യസന്ധതയും പോരാ. കച്ചവടത്തിൽ വിശ്വസ്തതയും വേണം, കച്ചവടത്തിൽ സത്യസന്ധതയും വേണം. നാളെ ഒരിക്കലും ഒരു കാർട്ടൂൺ കണ്ടു, ഒരു രസകരമായ ഒരു കാർട്ടൂണ്. തുണിഷാപ്പില് ക്യാഷിൽ കൗണ്ടറിൽ ഇരിക്കാൻ തൊപ്പിയിട്ട ആളെ ആവശ്യമുണ്ട് എന്നാണ് പരസ്യം. തുണിഷാപ്പിലെ അല്ലെങ്കിൽ ജ്വല്ലറിയിലായിക്കോട്ടെ, സൂപ്പർ മാർക്കറ്റിലായിക്കോട്ടെ, ഹോട്ടലിലായിക്കോട്ടെ, ക്യാഷ് കൗണ്ടറിൽ ഇരിക്കാൻ തൊപ്പിയിട്ട ഒരാളെ ആവശ്യമുണ്ട്. ദുനിയാവിന് പകരം നമ്മൾ ദീനിനെ വിൽപ്പന നടത്തുന്നു. ഒറിജിനൽ തൊപ്പിക്കാരനാണെങ്കിൽ ഞാനീ പറഞ്ഞതിന് ഒഴിവാണ്. ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുമ്പോൾ മാത്രം തൊപ്പിടുകയാണെങ്കിലാണ് ഞാനീ പറഞ്ഞത് ബാധകം. അള്ളാഹ് റസൂലിന്റെ സുന്നത്താണെന്ന് എഴുതിയാണ്ട് ഒരാൾ തൊപ്പിടുകയാണെങ്കിൽ ഞാനീ പറഞ്ഞത് ഇന്ന് ഒഴിവാണ്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദീനിനെ വിറ്റിട്ട് കാശാക്കിയിട്ട് കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തുങ്ങാണ്ട് ഒരു സ്വാലിയാൻ വേണ്ടി തോരന്നുകാണ്ട് കുത്തിരിക്കുക. ദീന് വിറ്റ് കാശാക്കാൻ പറ്റുമോ? കച്ചവടം നല്ല പരിപാടിയാണ്, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ജനങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ഖിദ്മത്താണ്, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിച്ചിരിക്കണം. അയാൾ അങ്ങനെ ഒറിജിനൽ ആണെങ്കിൽ തിരക്കിടൊന്നുമില്ല, സ്ഥലക്കച്ചവടമാണ്. 10 സെന്റ് ഉക്കാണ്ട്, ഇത് അവിടെ അങ്ങനെ 10 സെന്റ് ഉക്കാണ്ട്. കച്ചവടക്കാർ വന്നു, പോലെ ഇങ്ങനെ തക്കുമൊക്കെ നടന്ന് അത് ആ കുറ്റി മുതൽ ഈ കുറ്റി വരെയാണ്, മറ്റേ കുറ്റിയാണ്, അങ്ങോട്ടാണ് എന്നൊക്കെ പറഞ്ഞതിനെടുക്കണ് പള്ളിക്കൊന്ന് വാങ്ങിക്കൊടുത്തു. പള്ളിക്കൊന്ന് വാങ്ങിക്കൊടുത്തപ്പോൾ പ്രധാനപ്പെട്ട കച്ചവടക്കാരൻ പറഞ്ഞു, ആ വാങ്ങിക്കൊടുത്തിട്ടുണ്ടെന്നാൽ നമ്മൾ നിക്കാരം കഴിഞ്ഞ് വന്നിട്ട് ബാക്കി കച്ചവടം ചെയ്യാം. സാധുക്കൾ വിചാരിച്ചു ഇയാൾ അവലും ഒത്തിന് ജമാഅത്തിൽ കൂടുന്ന ആളാണ്, ഇയാൾ നമ്മളെ പറ്റിശുലേക്കാരല്ലേ, എന്നാൽ പിന്നെ സെന്റിന് 2 ലക്ഷം എന്ന് പറഞ്ഞത് ഏറെ ഉണ്ടാവില്ല, 10 രൂപ കൂട്ടി കൊടുത്തിട്ടാണെങ്കിലും വാങ്ങ, അയാൾ വക്തിന് കൃത്യമായിട്ട് നിസ്കരിക്കണ ആളല്ലേ. നിസ്കരിച്ചതിനോട് ഞാൻ എതിര് പറഞ്ഞതല്ല, ജമാഅത്തിനോട് ഞാൻ എതിര് പറഞ്ഞതല്ല, എല്ലാറ്റിനും അനുകൂലമുള്ള ആളാണ്, എല്ലാവരും ചെയ്യണം എന്നുള്ള അഭിപ്രായം. ചെയ്തത് നിക്കാരത്തെ സ്ഥലക്കച്ചവടത്തിന് വേണ്ടി വിറ്റതാണെങ്കിൽ അത് കൊടുത്തുങ്ങാണ്ട് കുട്ടികൾ സ്വാലിയാവാൻ വേണ്ടി മഹല്ല് സംഗമം നടത്തിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നല്ലോണം ശ്രദ്ധിക്കണേ. ഭക്ഷണ സാധനം വിൽപ്പന നടത്തുന്നവർ, ബേക്കറി നടത്തുന്നവർ, കൂൾ ബാർ നടത്തുന്നവർ, ചായക്കട നടത്തുന്നവർ, ഭക്ഷണ സാധനങ്ങളുമായി ഇടപഴകുന്നവർ നല്ലോണം സൂക്ഷിക്കണം. ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാർ വന്ന് ഭക്ഷണം കഴിക്കും. ഒരു സ്വാലിഹായ മനുഷ്യന്റെ ആമാശയത്തിലേക്ക് മ്ലേച്ഛമായതിനെ കടത്തിവിട്ടാൽ അവന്റെ മക്കളിലേക്ക് അള്ളാഹു മ്ലേച്ഛതയെ കൊണ്ടുവരും. 10 മക്കളുള്ളതിൽ 1 ബുദ്ധിയില്ലാത്തത്, 1 കാലുകൊണ്ട് ചെയ്യാത്തത്, 1 കബറുങ്ങ തുരക്കാത്തത്, അങ്ങനെ ഉണ്ടാക്കി തരും അള്ളാഹു തആല. ഞാനിത് വെറുതെ പറയണമെന്നല്ല. ഭക്ഷണ സാധനം വിൽപ്പന നടത്തുന്നവർ നല്ലോണം സൂക്ഷിക്കണം. വളരെ പ്രധാനപ്പെട്ട ഈ ഭാഗത്താണ്. ലക്ഷ്യം നന്നാക്കിയാലും മാർഗം നന്നാക്കിയാൽ കേടുന്ന വളരെ മോശപ്പെട്ട പരിപാടിയാണ്. ഹോട്ടൽ നടത്തുക, ബേക്കറി നടത്തുക, കൂൾ ബാർ നടത്തുക.